ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രഭാവതി പ്രതാപിനോട് പറയും, തീ വെക്കണം, തീ വെച്ചേ തീരൂ. ചേച്ചി എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ പ്രഭാവതി പറയും, നമ്മൾ ഇവിടെ നിന്ന് പോയാലും ഗായത്രിയുടെ വിരലടയാളം അന്വേഷിച്ച് വിശാലും പാർവതിയും വീണ്ടും ഈ വീട്ടിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതന്വേഷിച്ച് അവരിവിടെ വന്നാൽ ഗായത്രിയുടെ വിരലടയാളം എന്നല്ല, ഗായത്രി ദേവിയുമായി ബന്ധപ്പെട്ട ഒരു രേഖകളും ഒരു തെളിവുകളും അവർക്ക് കിട്ടരുത്. ഈ വീട് തീ വെച്ച് നശിപ്പിച്ചാൽ അതോടെ എല്ലാം ചാരമാകും. അത്ര പെട്ടെന്നൊന്നും ആർക്കും ഈ പ്രഭാവതിയെ പരാജയപ്പെടുത്താൻ കഴിയില്ല പ്രതാപ. ഞാൻ ഈ വീട് കത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പ്രഭാവതി ആര്യ ഫോണിൽ വിളിച്ചിട്ട് ഏർപ്പാട് ചെയ്യാണ് കേട്ടോ. അതിനുശേഷം പ്രഭാവതി പ്രതാപിനോട് പറയും, എല്ലാം സെറ്റായിട്ടുണ്ട്, കുറച്ചു കഴിഞ്ഞാൽ ഈ വീട് ഭസ്മമാവും. പിന്നെ കാണിക്കുന്നത് തിരിച്ചു പോകാൻ തയ്യാറായിട്ട് എല്ലാവരും ബാഗും കൊണ്ട് ഹാളിൽ നിൽക്കുന്നതാണ്. അപ്പോൾ പാർവതി വിശാലിനോട് ചോദിക്കും, നമുക്കിപ്പോൾ പോണോ സാറേ? നമുക്കിവിടെ കുറച്ച് ദിവസം കൂടെ താമസിച്ചിട്ട് പോയാൽ പോരെ? എനിക്കിവിടെ താമസിച്ചിട്ട് മതിയായില്ല. അപ്പോൾ പ്രഭാവതി പറയും, ഇനിയും ഇവിടെ നിൽക്കാനോ? ഓഫീസ് കാര്യങ്ങളൊക്കെ അവിടെ ആകെ തകിടം മറിഞ്ഞ് കിടക്കുകയല്ലേ. ഇപ്പോൾ തന്നെ നമ്മളിവിടെ വന്നിട്ട് എത്ര ദിവസമായി? ഇനിയും വൈകിയാൽ അത് പ്രശ്നമാകും, അത് ബിസിനസ്സിനെ ബാധിക്കും. അപ്പോൾ പാർവതി വിശാലിനോട് പറയും, നമ്മളിവിടെ വന്നതിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നല്ലോ, അത് സാധിച്ചില്ലല്ലോ സാറേ. ഇത് കേൾക്കുമ്പോൾ പ്രഭാവതി ചോദിക്കും, എന്തുദ്ദേശം? അപ്പോൾ വിശാൽ പറയും, നമ്മളിവിടെ വന്നത് ഗായത്രിയമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി പൂജ ചെയ്യാൻ വേണ്ടി മാത്രമല്ല അമ്മേ, ഗായത്രിയമ്മയുടെ വിരലടയാളം കൂടി കണ്ടെത്തണമെന്ന് കരുതിയാണ് ഞാൻ വന്നത്. ആ വിരലടയാളം കിട്ടിയാലല്ലേ മാജിക് ബോക്സിനുള്ളിലെ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്തില്ല എങ്കിൽ അമ്മയെ കൊന്ന ആ കൊലപാതകയെക്കുറിച്ചുള്ള തെളിവുകളൊന്നും അറിയാൻ പറ്റില്ലല്ലോ. ഇവിടെയൊക്കെ തിരിഞ്ഞിട്ടും വിരലടയാളം കിട്ടിയില്ല. അപ്പോൾ പ്രഭാവതി പറയും, ഒരു സാധനം ഉള്ളിടത്ത് തിരിഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ മോനെ, ഇല്ലാത്ത സ്ഥലത്ത് തിരിഞ്ഞാൽ അതെങ്ങനെ കിട്ടും? ഈ വീട് മുഴുവൻ തിരിഞ്ഞിട്ടും ആ വിരലടയാളം ഇവിടെ ഇല്ലെങ്കിൽ അതിവിടെ കാണുമെന്നതിന് എന്താ ഒരു ഉറപ്പ്? ഗായത്രി ദേവിയുടെ വിരലടയാളം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് നമുക്കിപ്പോൾ കിട്ടുമായിരുന്നു. അല്ലെങ്കിലും 10-20 വർഷം കഴിഞ്ഞില്ലേ, ഇനി ആ വിരലടയാളം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതൊക്കെ നശിച്ചു പോയി കാണും. അതുകൊണ്ട് അത് കണ്ടെത്താമെന്ന ഉദ്ദേശത്തോടെ നിങ്ങൾ ഇവിടെ തങ്ങുന്നത് മണ്ടത്തരാണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇനിയും ഇങ്ങോട്ട് വരാലോ. ഇപ്പോൾ എല്ലാവരും ഇറങ്ങാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ച് പ്രഭാവതി പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ പാർവതി ഗായത്രിയമ്മയുടെ ഫോട്ടോ നോക്കിയിട്ട് പറയും, വലിയ പ്രതീക്ഷയോടും വിശ്വാസത്തോടെയുമാണ് ഞാൻ ഇവിടെ വന്നത്. അമ്മയുടെ വിരലടയാളം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ഇവിടെ എല്ലാം അരിച്ചു പെറുക്കി നോക്കി. എവിടെയും വിരലടയാളം കണ്ടില്ല. ഇപ്പോൾ നിരാശയോടെ വിഷമത്തോടെയാണ് ഞാനും വിശാൽ സാറും ഇവിടെ നിന്ന് പോകുന്നത്. അമ്മയുടെ മരണത്തിന് കാരണക്കാരായവരെ ഇനി കണ്ടെത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അമ്മയ്ക്ക് നീതി വാങ്ങിത്തരാൻ എനിക്ക് സാധിച്ചില്ല എന്നൊക്കെ കരഞ്ഞു പറഞ്ഞ് കാര്യസ്ഥനോടും യാത്ര പറഞ്ഞ് എല്ലാവരും കൂടെ കാറിൽ കയറി പോവുകയാണ്. കാറിലിരുന്ന് പാർവതി വിചാരിക്കും, ഇതുവരെ വന്നിട്ട് ഫലമില്ലാതെ തിരിച്ചു പോകേണ്ടി വന്നല്ലോ. അതായിരുന്നല്ലോ വിധി. ഒരു അവസരം കൂടി കിട്ടിയിരുന്നുവെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ആ വീട്ടിൽ പോയി ആ വീട്ടിലെ മുക്കുമൂലയും തിരിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായാലോ. അപ്പോഴാണ് പാർവതി മനക്കണ്ണിലൊരു കാഴ്ച കാണുന്നത്. കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഗായത്രിയമ്മയുടെ വീട് കത്തുന്നതാണ് കേട്ടോ. ഇത് കണ്ട് പാർവതി ആകെ ടെൻഷനാവാണ്. അപ്പോൾ വിശാല് പാർവതിയോട് ചോദിക്കും, തനിക്ക് ഈ ഗ്രാമമൊക്കെ ഇഷ്ടമായോ? ഒത്തിരി ഇഷ്ടമായി സാറേ, തിരിച്ചു പോകാൻ തോന്നുന്നില്ല. അപ്പോഴാണ് പാർവതിയമ്മ വഴിയരികിൽ നിൽക്കുന്നത് കാണുന്നത്. പക്ഷേ ആ കാര്യം പാർവതി ആരോടും പറയുന്നില്ല കേട്ടോ. അതേസമയം പ്രഭാവതി പ്രതാപിനോട് പറയും, ആ പാർവതി അവിടെ താങ്ങി തൂങ്ങി നിന്നപ്പോഴേ ഇന്ന് തിരിച്ചുപോക്ക് നടക്കുമോ എന്ന കൺഫ്യൂഷനിലായിപ്പോയി ഞാൻ. ഇന്ന് മടങ്ങിപ്പോയില്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമായേനെ. അതുകൊണ്ട് ഒരു നിമിഷം മുമ്പെങ്കിലും അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് അവൾക്ക് അവിടെ താമസിച്ച് കൊതി തീർന്നില്ല എന്നും പറഞ്ഞ് അവിടെ വന്നത്. സത്യത്തിൽ അവളുടെ കർണത്തടിക്കാനാണ് എനിക്ക് തോന്നിയത്. ഏതായാലും വിചാരിച്ചതുപോലെ എല്ലാവരും കെട്ടിപ്പറക്കി ഇറങ്ങിയല്ലോ, എനിക്കിപ്പോൾ സമാധാനമായി. അപ്പോൾ പ്രതാപൻ ചോദിക്കും, നമ്മുടെ പ്ലാനൊക്കെ സെറ്റല്ലേ ചേച്ചി? അപ്പോൾ പ്രഭാവതി പറയും, എല്ലാം കൃത്യാണ്. നമ്മൾ ഈ പഞ്ചായത്തിൻ്റെ ബോർഡർ കിടക്കുമ്പോൾ കാര്യം നടന്നിരിക്കും. ചെവി അറിയില്ല, അത്രയ്ക്ക് സേഫായിരിക്കും കാര്യങ്ങൾ. അതേസമയം ഗായത്രി അമ്മ അവിടെ യാത്ര തടസ്സപ്പെടുത്താൻ ലക്ഷ്മിപുരം എന്നെഴുതിയ ഒരു ബോർഡ് തട്ടി റോഡിലേക്ക് ഇടുകയാണ് കേട്ടോ. ബോർഡ് വീണ് കിടക്കുന്നത് കണ്ട് വിശാല കാറിൽ നിർത്തി ഇറങ്ങി വരികയാണ്. അപ്പോഴേക്കും എല്ലാവരും കാറിൽ നിന്നിറങ്ങി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോപിനാഥ് വിശാലിനോട് ചോദിക്കും, എന്താ മോനെ കാര്യം? ബോർഡ് വീണ് കിടക്കുന്ന വെച്ചാ ഇതൊരു ദുർനിമിത്താണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പ്രഭാവതി പറയും, എടാ പ്രതാപ, ഈ ബോർഡ് റോഡിൽ നിന്ന് എടുത്തു മാറ്റിയേ, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പോകണം. അപ്പോൾ പാർവതി പറയും, വേണ്ട, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശകനം ശരിയായിട്ടില്ല, അതുകൊണ്ടാണ് നമ്മുടെ യാത്ര തടസ്സപ്പെട്ടത്.
എൻ്റെ അഭിപ്രായത്തിൽ നമുക്കിനി മുൻപോട്ട് പോകണ്ട. മുന്നോട്ട് പോയാൽ വേറെ എന്തെങ്കിലും ആപത്ത് വന്നാലോ? നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. അപ്പോൾ പ്രഭാവതി ചോദിക്കും, നീ എന്ത് പൊട്ടത്തരായി പറയുന്ന പാർവതി? ഇതേ ഒരു പഴയ ബോർഡല്ലേ? പഴയ ബോർഡുകളിലെ കുറ്റികളൊക്കെ ദ്രവിച്ചിരിക്കും. ദ്രവിച്ച ഈ ബോർഡുകൾ എപ്പോൾ വേണമെങ്കിലും ഇളകി വീഴും. അതിനെ ഒരു ചെറിയ കാറ്റടിച്ചാൽ മതി. കാറ്റ് പോലും വേണമെന്നില്ല. ഇതിപ്പോൾ വീണതുകൊണ്ട് നമ്മൾ കണ്ടു. നാളെയാണ് വീണതെങ്കിലോ? അതുകൊണ്ട് പാർവതി പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അത് പാർവതിയുടെ അന്ധവിശ്വാസമാണ്. അത് വിട്ടേക്ക് പാർവതി, നമുക്കിത് എടുത്തു മാറ്റി മുന്നോട്ട് പോകാം. അപ്പോൾ വിശാൽ പറയും, അമ്മ പറഞ്ഞതുപോലെ ഈ ബോർഡ് എപ്പോൾ വേണമെങ്കിലും വീഴാം. എല്ലാം ശരി തന്നെ. പക്ഷേ പാർവതി പറഞ്ഞത് അന്ധവിശ്വാസം എടുത്ത് തള്ളിക്കളയാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഗോപിനാഥ് പറയും, വിശാൽ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. എന്തോ ഒരു നിമിത്താണിത്. അപ്പോൾ വിശാൽ പറയും, എനിക്ക് തോന്നുന്നത് ഇത് അമ്മ നമുക്ക് തരുന്ന ഒരു ആപത്ത് സൂചനയാണ്. പാർവതി പറഞ്ഞതുപോലെ നമുക്ക് യാത്ര മാറ്റിവെക്കാം. മാത്രമല്ല ഈ ബോർഡ് ഇവിടെ നിന്ന് മാറ്റി ഇവിടെ ഒരു കോൺക്രീറ്റ് ആർച്ച് ലക്ഷ്മിപുരം എന്ന് എഴുതി സ്ഥാപിക്കണം. അമ്മ അത് ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ മനസ്സ് പറയുന്നു. അപ്പോൾ പാർവതി പറയും, അത് വേണം വിശാൽ സാറേ. കോൺക്രീറ്റ് ആർച്ച് സ്ഥാപിച്ചാൽ പിന്നെ അതൊരിക്കലും ഇതുപോലെ തകർന്നു വീഴില്ലല്ലോ. അപ്പോൾ ഗോപിനാഥ് പറയും, നമുക്ക് എന്തായാലും യാത്ര മാറ്റിവെക്കാം. അതാ നല്ലത്. അതിനിപ്പോൾ എന്താ കുഴപ്പം? യാത്ര മാറ്റിവെച്ച് വിശാൽ പറഞ്ഞതുപോലെ ഇവിടെ ഒരു കോൺക്രീറ്റ് ആർച്ച് പണിയാനുള്ള നടപടിക്ക് തുടക്കമിടാം. അപ്പോൾ പാർവതി പറയും, എന്നാൽ നമുക്ക് എല്ലാവർക്കും തിരിച്ച് വീട്ടിലേക്ക് പോകാം. അപ്പോൾ പ്രഭാതി ചോദിക്കും, ആർച്ച് നിർമ്മിക്കണമെങ്കിൽ നമ്മളിവിടെ സ്റ്റേ ചെയ്യേണ്ട കാര്യമുണ്ടോ? ആർച്ച് നിർമ്മിക്കാനുള്ള കാശ് മെമ്പർക്ക് അയച്ചു കൊടുത്താൽ പോരെ? അയാൾ അത് ഭംഗിയായിട്ട് ചെയ്തോളും. നമുക്കെല്ലാവർക്കും അതിൻ്റെ ഉദ്ഘാടനത്തിന് വന്നാൽ പോരെ? എന്തിനാണ് വെറുതെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഇവിടെ നിന്ന് സമയം പാഴാക്കുന്നത്? അപ്പോൾ ഗോപിനാഥ് ചോദിക്കും, പ്രഭാവതിക്ക് എന്താ ഇത്ര തിടുക്കം? നീ ഞാൻ പറയുന്നത് കേട്ടാൽ മതി. നമുക്ക് ആർച്ചിൻ്റെ പണി തുടങ്ങി വെച്ചിട്ട് പോകാം. നമ്മൾ തന്നെ അതിന് തറക്കല്ലിടണം. അപ്പോൾ വിശാൽ പറയും, അമ്മ ഒന്ന് ക്ഷമിക്കേ. നമുക്ക് ആർച്ചിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പോകാം. അതിന് അധികം ദിവസമൊന്നും വേണ്ടല്ലോ. എല്ലാവരും കാറിൽ കയറ്, നമുക്ക് തിരിച്ചു പോകാം. അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി എല്ലാവരും കാറിൽ കയറുകയാണ്. ഇത് കണ്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഗായത്രിയമ്മയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.